അധ്യായം 5. ആളൊഴിഞ്ഞ ആ പാതയിൽ മാധുരിയും അയാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. തന്റെ മുന്നിലേക്ക് ചാടി വീണ അജ്ഞാതൻ പരിചിതനാണെന്ന് മനസ്സിലാക്കിയ മാധുരി പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മുക്തയായി. നിനക്കെന്തു വേണം? തടസ്സമുണ്ടാക്കാതെ വഴിയിൽ നിന്ന് മാറ്, മാധുരി ആജ്ഞാപിച്ചു. അങ്ങനെ നിന്റെ ആജ്ഞ അനുസരിച്ച് പോകാൻ വന്നതല്ല ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഗർവ്. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവുമുള്ള ആ ആജാനുബാഹു പുലമ്പി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭയമുണർത്തുന്ന അയാളുടെ ശരീരചേഷ്ടകളും മുഖഭാവവും മാധുരി ആദ്യമായിട്ടായിരുന്നു ഇത്രയും അടുത്തുനിന്ന് കാണുന്നത്. കടകരാജവംശത്തിലെ യുവരാജാവല്ലേ നീ? വിക്രമാർജുനൻ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വഴിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. മാധുരിയും വിട്ടുകൊടുത്തില്ല. ഓഹോ, അത്ഭുതമായിരിക്കുന്നല്ലോ. അപ്പോൾ നിനക്കെന്നെ അറിയാം. നല്ലത്. നമ്മൾ പരിചിതരായ സ്ഥിതിക്ക് നമുക്കൊന്നിച്ചു പോയി സാധനങ്ങൾ വാങ്ങിയാലോ? നിന്നെപ്പോലെയുള്ള പെൺകുടികൾക്ക് ചന്തയിൽ നിന്ന് പലവിധ സാധനങ്ങൾ വാങ്ങുന്നതിൽ ഒരു പ്രത്യേക കമ്പമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് കൂട്ടുവരാം. വഷളൻ ചിരിച്ചുകൊണ്ട് വിക്രമൻ ആവശ്യം അറിയിച്ചു. വിക്രമ, എന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കാതെ മാറി നിൽക്ക്. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലികളുണ്ട്. നിന്റെ കൂടെ ചന്തയിൽ നിരങ്ങലല്ല എന്റെ ജോലി. മാറി നിൽക്കൂ, മാധുരി ആജ്ഞാസ്വരത്തിൽ വീണ്ടും പറഞ്ഞു. തന്നെ നികൃഷ്ടമായി ആട്ടുന്ന മാധുരിയോട് വിക്രമാർജുനന് ഈർഷ്യ തോന്നിയെങ്കിലും അയാളത് പുറത്തു കാണിക്കാതെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് ഒരു വളയെടുത്തുകൊണ്ട് പറഞ്ഞു. നോക്കൂ, ഞാൻ നിനക്കെന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നിറയെ രത്നം പതിപ്പിച്ച ഒരു വള. നീ ഇങ്ങനെ ഒരു വള മുമ്പ് കണ്ടിട്ടുണ്ടാവാൻ ഇടയില്ല. അവളുടെ നോട്ടം രത്നചകിതമായ ആ വളയിലെ കുഞ്ഞു കുഞ്ഞു രത്നങ്ങളിൽ ഉടക്കി. സവിശേഷ സിദ്ധിയുള്ള എന്തെങ്കിലും കല്ലുകളായിരിക്കും അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഊഹിച്ചു മാധുരി. അത് അമരേന്ദ്രന് സമ്മാനിക്കാൻ ആഗ്രഹിച്ചു. അമരേന്ദ്രന്റെ നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാൻ ഇവയ്ക്ക് എന്തെങ്കിലും സിദ്ധിയുണ്ടെങ്കിലോ? അവൾ ആലോചനയിൽ മുഴുകി. എന്താണ് മാധുരി നീ ആലോചിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെന്നുണ്ടോ? വളരെ വിശേഷപ്പെട്ട രത്നങ്ങൾ തന്നെയാണിത്. വിക്രമാർജുനൻ വളയുടെ മേന്മകളെപ്പറ്റി വാചാലനായി. ഞാൻ ഈ രത്നങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു, അവൾ കണ്ണെടുക്കാതെ മറുപടി പറഞ്ഞു. വിക്രമാർജുനന്റെ ചുണ്ടിൽ അഭിമാനകരമായ ഒരു പുഞ്ചിരി വിടർന്നു. തന്റെ ഉദ്ദേശം നിറവേറിയതിലുള്ള സന്തോഷത്തോടെ അയാൾ നിർബന്ധിക്കാൻ ശ്രമിച്ചു. ഇത് നിനക്കായി ഞാൻ വാങ്ങിയതാണ്. കൂടുതലൊന്നും ആലോചിക്കാനില്ല മാധുരി. നീ ഇത് കയ്യിലണിയോ? അത് കാണുവാൻ എനിക്ക് തിടുക്കമായി. കടകരാജവംശവും അത്ര മോശമല്ലെന്ന് നിനക്കറിവുള്ളതാണല്ലോ. ഈ പാഞ്ചാല ദേശത്തിലെ 2 രാജവംശങ്ങളിൽ പെട്ടവരാണല്ലോ നമ്മൾ. നീ ഇത് നിന്റെ മനോഹരമായ കൈകളിൽ അണിയോ? അതിലൊരു തെറ്റുമില്ല, വിക്രമാർജുനൻ നിർബന്ധപൂർവം പറഞ്ഞു. മാധുരി വളവാങ്ങാൻ കൈനീട്ടിയ നിമിഷം പൊടുന്നനെ അമരേന്ദ്രന്റെ കൈകൾ അവളെ തടഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്നാണ് അമരേന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തിയത് എന്ന് അവർ ഇരുവർക്കും മനസ്സിലായില്ലായിരുന്നു. അമരേന്ദ്രൻ ദേഷ്യത്തോടെ വിക്രമാർജുനന്റെ നേരെ തിരിഞ്ഞു. നിന്റെ ഒരു സമ്മാനം. മാധുരിക്ക് ഇതിന്റെ ആവശ്യമില്ല. കൊണ്ടുപോകൂ വിക്രമ. നീ ആരാ ഇതിൽ ഇടപെടാൻ? മാധുരിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാനിത് സമ്മാനിച്ചിരിക്കും. നീ നിന്റെ കാര്യം നോക്ക് അമരേന്ദ്ര. വിക്രമാർജുനന് തന്റെ കോപം നിയന്ത്രിക്കാനായില്ല. മാധുരി, എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്താൻ പറഞ്ഞിട്ട് ഈ വക വഷളന്മാരോട് സംസാരിച്ചു നിൽക്കുകയാണോ നീ? ഇവൻ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് വളയും മാലയും കമ്മലുമൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. സുന്ദരികളായ സ്ത്രീകൾക്ക് സമ്മാനങ്ങൾ നൽകലാണ് ഇവന്റെ പ്രധാന ജോലി. മാധുരിയെ പിന്തിരിപ്പിക്കാൻ എന്ന വണ്ണം അമരേന്ദ്രൻ വിശദീകരിച്ചു. അത് കേട്ടപ്പോൾ വിക്രമാർജുനൻ കോപം കൊണ്ട് ജ്വലിച്ചു. അമരേന്ദ്ര, സൂക്ഷിച്ചു സംസാരിക്കണം. സൂക്ഷിച്ചു തന്നെയാണ് സംസാരിക്കുന്നത് വിക്രമ. ഈ വേലയൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. മാധുരിയോട് എടുക്കണ്ട. എടുത്താൽ നീ വിവരമറിയും. അമരേന്ദ്രൻ ഭീഷണിയുടെ സ്വരമുയർത്തി. ഓഹോ, നീ എന്നെ വെല്ലുവിളിക്കാനൊക്കെ ആയോ? മഹാചക്ര പരീക്ഷയിൽ പരാജിതനായ നീയാണോ എന്നെ വകവരുത്താൻ പോകുന്നത്? എന്നാൽ ഒന്ന് കാണണമല്ലോ. സന്ദർഭം മോശമായപ്പോൾ വിക്രമന്റെ കൂട്ടാളികൾ അവർക്ക് ചുറ്റും കൂടി. അമരേന്ദ്രനെ പരിഹസിക്കുന്നത് കേട്ട അവരെല്ലാം ആർത്തു ചിരിക്കാൻ തുടങ്ങി. കേട്ടോ കൂട്ടുകാരെ, വെറും 3 നക്ഷത്രങ്ങൾ മാത്രം നേടിയ ഇവനാണ് എന്നെ വെല്ലുവിളിക്കുന്നത്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാനുള്ള ഈ അഹങ്കാരമൊന്നും അന്ന് കണ്ടില്ലല്ലോ അമരേന്ദ്ര.
എന്താ അന്ന് നിന്റെ ശക്തിയൊക്കെ ചോർന്നു പോയോ? പോയി തരത്തിൽ പോയി വെല്ലുവിളിക്കടാ. എന്നെപ്പോലെ ശക്തിമാന്മാരോട് കോർക്കാൻ നീ ആയിട്ടില്ല അമരേന്ദ്ര. വിക്രമൻ പരിഹാസവർഷം തുടർന്നു. അപമാനത്താൽ തല കുനിച്ചു നിന്ന അമരേന്ദ്രനെ നോക്കിക്കൊണ്ട് അവരെല്ലാം പരിഹാസച്ചിരി മുഴക്കി. അമരേന്ദ്രന്റെ അപമാനഭാരം കോപമായി സിരകളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അമരേന്ദ്രൻ എന്തോ പറയാൻ മുതിരവേ വരുണമിത്രന്റെ വാക്കുകൾ കാതുകളിൽ അലയടിച്ചു. കുമാര, ഇവൻ നിന്റെ ശത്രുവല്ല. ഇവരാരും നിന്റെ ശത്രുക്കളല്ല. നിന്നെ ഏൽപ്പിച്ച ജോലിയിൽ മാത്രം വ്യാപൃതനാവുക. നമുക്കാവശ്യമില്ലാത്തതെന്തിനേയും വിട്ടുകളയുക. അത് പരിഹാസമായാലും അപമാനമായാലും ശരി, അവരോടൊന്നും മറുപടി പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. പ്രവൃത്തിയാണ് യഥാർത്ഥ മറുപടി. ഗുരുജിയുടെ വാക്കുകൾ കേട്ടതും അമരേന്ദ്രൻ മാധുരിയോടൊത്ത് അവിടെ നിന്നും പോവാനൊരുങ്ങി. അപ്പോഴും വിക്രമാർജുനന്റെയും കൂട്ടാളികളുടെയും പരിഹാസം അടങ്ങിയിരുന്നില്ല. തനിക്ക് നേരിട്ട അപമാനത്തെ വിക്രമാർജുനൻ അതേ നാണയത്തിൽ പകരം കൊടുത്തുകൊണ്ടിരുന്നു. അമരേന്ദ്രൻ താഴോട്ടു മാത്രം ദൃഷ്ടി ഉറപ്പിച്ചു നടന്നു. തന്റെ കൂട്ടുകാരനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മാധുരിയും അമരേന്ദ്രനെ അനുഗമിച്ചു. മരത്തിനു പിന്നിൽ മറഞ്ഞു നിന്ന് ഈ സന്ദർഭങ്ങളെല്ലാം വീക്ഷിക്കുകയായിരുന്ന നിഘണ്ഠനും അവർക്ക് പിന്നാലെ അവിടെ നിന്നും നീങ്ങി. അമരേന്ദ്രൻ കൊട്ടാരത്തിലെത്തിയ പാടെ തന്റെ മുറിയിൽ പോയി കഥകടച്ചു. കണ്ണുകളിൽ തളം കെട്ടി നിന്നിരുന്ന ദുഃഖത്തെ മുഴുവൻ അയാൾ ഭിത്തിയിലടിച്ച് കഴുകിക്കളഞ്ഞു. രോഷമടക്കാനാവാതെ അയാൾ വീണ്ടും വീണ്ടും ഭിത്തിയെ ഇടിച്ചുകൊണ്ടിരുന്നു. ചോര പൊടിയുമാറ് ശക്തിയിലുള്ള അയാളുടെ താഠനം കണ്ട് വരുണമിത്രൻ ഉണർന്നു. എന്തു വിഡിത്തമാണ് നീ കാണിക്കുന്നത് കുമാര? ഇനിയും എത്ര കാലം ഞാൻ ഈ നാണക്കേടും പേര് ജീവിക്കണം? അപമാനഭാരം കൊണ്ട് ഭൂമി പിളർന്ന് മണ്ണടിഞ്ഞാലും ഞാൻ സന്തോഷിക്കും. അമരേന്ദ്രന്റെ സങ്കടം അണപൊട്ടിയൊഴുകി. കുമാര, ഞാൻ പറഞ്ഞതെല്ലാം നീ മറന്നോ? ഗുരുജി പ്രതിവചിച്ചു. മറന്നിട്ടല്ല ഗുരുജി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര അപമാനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ മനസ്സ് തകർന്നു പോകുന്നു. എന്നോട് ക്ഷമിക്കണം. ഒരു ദീർഘനിശ്വാസത്തിനു ശേഷം അമരേന്ദ്രൻ തുടർന്നു. നമ്മൾ എന്നാണ് ഗുരു പരിശീലനം ആരംഭിക്കുന്നത്? സമയം പാഴാക്കാതെ വേഗം ആരംഭിക്കാം. എനിക്കിനിയും ഇത് സഹിക്കാൻ വയ്യ. നിന്റെ ഉത്സാഹം നല്ലതു തന്നെ കുമാര. ആദ്യം അമൃതധാരയുടെ പണികൾ ആരംഭിക്കാം. അതിന് ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരു വലിയ പാത്രം തിളച്ച വെള്ളം കൊണ്ടുവരിക. വരുണമിത്രൻ ആജ്ഞാസ്വരത്തിൽ കൽപ്പിച്ചു. അമരേന്ദ്രൻ വെള്ളം തിളപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഗുരുജി ചില ഔഷധ സസ്യങ്ങൾ അതിലേക്ക് സമർപ്പിച്ചു. ഓരോ ഔഷധ സസ്യങ്ങൾ വന്നു വീഴുമ്പോഴും തിളച്ച വെള്ളത്തിന്റെ നിറം മാറാൻ തുടങ്ങി. പെട്ടെന്ന് അമരേന്ദ്രന്റെ മുറിയിലെ കട്ടിലിനും ജാലകത്തിനുമിടയിൽ ഒരു വിടവ് പ്രത്യക്ഷപ്പെട്ടു. ആ വിടവിൽ വരുണമിത്രൻ ധ്യാനനിരതനായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു യാഗാഗ്നിയും പ്രത്യക്ഷപ്പെട്ടു. അമരേന്ദ്രൻ കൗതുകത്തോടെ ആ കാഴ്ച നോക്കി നിന്നപ്പോൾ വരുണമിത്രൻ കൽപ്പിച്ചു. അമരേന്ദ്ര, യാഗാഗ്നിക്ക് മുന്നിൽ ഉപവിഷ്ടനാകൂ. അമരേന്ദ്രൻ കണ്ണുകൾ അടച്ച് ധ്യാനത്തിലെന്ന പോലെ ഗുരുജിയുടെ അടുത്തിരുന്നു. ഗുരുജി മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടുകൊണ്ട് യാഗാഗ്നിയിലേക്ക് തീർത്ഥം സമർപ്പിച്ചുകൊണ്ടിരുന്നു. തീയാളുകയും ജ്വാല കെട്ടടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊരു പ്രാരംഭഘട്ട പൂജ മാത്രമാണ്. നീ ഇപ്പോൾ ചെയ്യേണ്ടത് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്നതാണ്. മനസ്സിനെ പൂർണ്ണമായും വരുതിയിലാക്കിയ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ മനസ്സിനെയും അയാളുടെ ആത്മവിശ്വാസത്തെയും തിരിച്ചറിയാൻ കഴിയൂ. ഗുരുജി അമരേന്ദ്രനോടായി പറഞ്ഞു. തീർച്ചയായും ഗുരുജി, ഞാൻ എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കാം. അമരേന്ദ്രൻ പ്രതിവചിച്ചുകൊണ്ട് തൻ്റെ ശ്രദ്ധയൂന്നാൻ ശ്രമിച്ചു. പൊടുന്നനെ അവന്റെ മനസ്സ് മഹാചക്ര പരീക്ഷയുടെ ദിവസത്തിലേക്ക് പാഞ്ഞു. വാസുകി തന്നെ അപമാനിച്ചതും തന്റെ പ്രണയം നിരസിച്ചതും പിതാവ് ഹൃദയം നുറുങ്ങിയിരുന്നതുമെല്ലാം അമരേന്ദ്രന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ തുളയ്ക്കുന്ന ഓർമ്മകളെപ്പോലെ അവ അമരേന്ദ്രനെ വീണ്ടും വീണ്ടും വേട്ടയാടിക്കൊണ്ടിരുന്നു. പഴയതിനേക്കാൾ ആഴത്തിൽ. അമരേന്ദ്രന്റെ ഉള്ളിൽ കോപം ആളും തോറും യാഗാഗ്നിയും ജ്വലിക്കാൻ തുടങ്ങി. താൻ നേരിട്ട അപമാനം മൂലമുണ്ടായ കോപം ശമിക്കാത്തതിനാൽ യാഗാഗ്നിയും വലിയ ഉയരത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. തീ യാഗകുണ്ഡത്തിൽ നിന്നും ചുറ്റിലേക്കും പരക്കാൻ തുടങ്ങി. അമരേന്ദ്രന് സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാനാവാത്തതിനാൽ തീ എല്ലായിടത്തും പടർന്നു. സമയം നീങ്ങും തോറും
ക്രോധത്തിന്റെയും യാഗാഗ്നിയുടെയും വ്യാപ്തി ഇരട്ടിയായി വർദ്ധിക്കാൻ തുടങ്ങി. അമരേന്ദ്ര, ഉള്ളിലാളുന്ന കോപാഗ്നി കുറയ്ക്കൂ. നിന്റെ കോപത്തിന്റെ ജ്വാലയാണ് ഇവിടെ കത്തിത്തീരുന്നത്. വരുണമിത്രൻ ആജ്ഞാപിച്ചു. നിന്റെ ഹൃദയത്തിൽ ഒരുപാട് ക്രോധമുണ്ട് അമരേന്ദ്ര. ആ താപം അണച്ചേ മതിയാവൂ. കോപം കൊണ്ട് ജ്വലിക്കുന്ന മനസ്സ് സജീവമായ അഗ്നിപർവ്വതം പോലെയാണ്. അതെപ്പോഴും ചൂട് ലാവയും ചാരവും വമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് നിനക്കും നിന്റെ ചുറ്റുമുള്ളവർക്കും അപകടം വിതയ്ക്കും. അമരേന്ദ്രൻ എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും ആ ചിന്തകൾ അയാളെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടേയിരുന്നു. ഒരു തരത്തിലും തീ കെടുന്നില്ലെന്ന് കണ്ട വരുണമിത്രൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ച് തീ കെടുത്തി. അമരേന്ദ്ര, ജാഗരൂകനായിരിക്കുക. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ. കോപം കൊണ്ട് ജ്വലിക്കുന്ന മനസ്സ് ഉപയോഗശൂന്യമായ ശരീരം പോലെയാണ്. വരുണമിത്രൻ വീണ്ടും തന്റെ ശിഷ്യനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. അമരേന്ദ്രൻ വീണ്ടും ധ്യാനനിരതനായി. വാസുകിയെക്കുറിച്ചുള്ള ചിന്തകളെ ബോധത്തിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പകരം പാഞ്ചാലരാജൻ അരുണേന്ദ്രരാജനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകാൻ അദ്ദേഹവും ആവും വിധം പരിശ്രമിച്ചു. പിതാവിനെക്കുറിച്ച് ഓർത്തതും അയാളുടെ രക്തം കൂടുതൽ തിളച്ചു മറിയാൻ തുടങ്ങി. പിതാവ് അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കുന്ന ചിത്രം അയാളുടെ ബോധത്തിൽ നിറഞ്ഞു. വാസുകിയോട് കയർത്ത് നെഞ്ചിൽ പിടിച്ച് പിതാവ് സിംഹാസനത്തിലിരിക്കുന്ന രൂപം അമരേന്ദ്രനിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നിമറഞ്ഞു. രക്തം ക്രമരഹിതമായി സിരയിലൂടെ ഒഴുകാൻ ആരംഭിച്ചു. തലച്ചോറിനെ വരിഞ്ഞു മുറുക്കുന്ന വേദനയിൽ അമരേന്ദ്രൻ ഇരുന്നിടത്തു നിന്നും മറിഞ്ഞു വീണു. വരുണമിത്രൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്താളിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ തന്നെ അമരേന്ദ്രൻ കിടന്നിരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അമരേന്ദ്രന്റെ വായിലൂടെ ക്രമാതീതമായി രക്തം വമിച്ചു. ഇതെല്ലാം കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് വരുണമിത്രനായിരുന്നു. അദ്ദേഹം ഇതൊന്നും യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാനം ബോധമറ്റ് അമരേന്ദ്രൻ മയങ്ങി വീണു. അമരേന്ദ്ര, എഴുന്നേൽക്കൂ. ഇതൊരു സാധാരണ യാഗമായിരുന്നല്ലോ. അസാധാരണമായ ഒരു ഫലശ്രുതിയും ഇല്ലാതിരുന്നിട്ടും ഇതെന്തേ ഇങ്ങനെ സംഭവിക്കാൻ? വരുണമിത്രൻ ചിന്തിച്ചു. ബന്ധപ്പെട്ട് എന്തൊക്കെയോ മന്ത്രോച്ചാരണങ്ങൾ അദ്ദേഹം ജപിച്ചുകൊണ്ടിരുന്നു. അമരേന്ദ്രനെ ആ മയക്കത്തിൽ നിന്നും ഉണർത്താൻ കഴിയുമെന്ന് കരുതുന്ന ഒരുപാട് മന്ത്രങ്ങൾ അദ്ദേഹം ഇടതടവില്ലാതെ ഉരുവിട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഒരു മന്ത്രത്തിനും പൂജയ്ക്കും അമരേന്ദ്രനെ ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കാനായില്ല. തന്റെ സകല സിദ്ധികളും പരീക്ഷിച്ച് പരാജയപ്പെട്ടപ്പോൾ വരുണമിത്രൻ പരിഭ്രാന്തനായി അമരേന്ദ്രനെ വീക്ഷിച്ചു. ക്രമരഹിതമായി അയാൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരുന്നു. കാണുന്നവർക്ക് പേടി തോന്നും വിധം ഇടനെഞ്ച് മുകളിലോട്ടും താഴോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. യാഗാഗ്നിയിൽ നിന്നും വെളുത്ത പുകയെ അമരേന്ദ്രന്റെ ദേഹത്തിലൂടെ കടത്തിവിടാൻ അനുവദിച്ചു. അയാൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ആ വെള്ളപ്പുകയെ കടത്തിവിട്ടു. എന്നിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവും അമരേന്ദ്രനിൽ സംഭവിക്കാത്തത് കണ്ട് വരുണമിത്രൻ എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്നു. ഇനി എത്ര നേരം അമരേന്ദ്രന്റെ ശരീരത്തിൽ ശ്വാസം നിലനിൽക്കുമെന്നറിയാതെ ഭയന്ന വരുണമിത്രൻ ചുറ്റുപാടും കണ്ണോടിച്ചു. തന്നിലെ സകല ശക്തികളും ഇവിടെ പരാജയപ്പെടുകയാണല്ലോ എന്നോർത്തപ്പോൾ വരുണമിത്രനിൽ അവശേഷിച്ച കരുത്തുകൂടി ചോർന്നു പോകാൻ തുടങ്ങി. നൂലുപോലെ നേർത്തു വരുന്ന ശ്വാസത്തെ എങ്ങനെയും ആ ശരീരത്തിൽ പിടിച്ചു നിർത്തണമെന്ന ആഗ്രഹത്താൽ വരുണമിത്രൻ അമരേന്ദ്രന്റെ കൈകൾ രണ്ടും ഉയർത്താനും താഴ്ത്താനും തുടങ്ങി. ജീവൻ രക്ഷാമന്ത്രങ്ങൾ പലതും ഉരുക്കഴിച്ചുകൊണ്ട് കുറച്ചു നിമിഷത്തേക്ക് അദ്ദേഹം ആ പ്രവൃത്തി തുടർന്നു. പെട്ടെന്നാണ് വരുണമിത്രന് അമൃതധാരയുടെ കാര്യം ഓർമ്മയിൽ വന്നത്. എന്തുകൊണ്ട് തനിക്കിത് മുന്നേ ഓർമ്മ വന്നില്ല? എന്തായാലും ഇത് തന്നെ പരീക്ഷിക്കാം. ഒരു അവസാന ശ്രമമെന്ന നിലയിൽ തനിക്കിനി ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ എന്നോർത്തുകൊണ്ട് വരുണമിത്രൻ അമൃതധാര ഉണ്ടാക്കി വെച്ച പാത്രത്തിനരികിലേക്ക് നടന്നു. ഒരു അവസാന ശ്രമമെന്ന നിലയ്ക്ക് ആ ദിവ്യ ഔഷധം കൊണ്ടുവന്ന് അമരേന്ദ്രന്റെ ശരീരമാകെ പുരട്ടാൻ തുടങ്ങി. ഓരോ തവണ ശരീരത്തിലേക്ക് ആ പാനീയം പകരുമ്പോഴും ശ്വാസഗതി നേരെയാകുന്നത് വരുണമിത്രനിൽ ആശ്വാസം ജനിപ്പിച്ചു. കുറച്ചു സമയത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അമരേന്ദ്രന്റെ ശരീരം മെല്ലെ മെല്ലെ മെച്ചപ്പെടാൻ തുടങ്ങി. ഓരോ ശരീരാവയവങ്ങളും അതിന്റെ യഥാവിധി പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങാൻ തുടങ്ങി.
ഹൃദയമിടിപ്പും ശ്വാസഗതിയും സാധാരണഗതിയിലായി. വരുണമിത്രൻ വലിയൊരു നെടുവീർപ്പിട്ടുകൊണ്ട് അമരേന്ദ്രനെ താഴെയുള്ള പരവതാനിയിലേക്ക് മലർത്തിക്കിടത്തി. പൂർണ്ണ ആരോഗ്യവാനായി അമരേന്ദ്രൻ എഴുന്നേറ്റ് വരുമെന്ന് ഏറെക്കുറെ ആ ഗുരുനാഥൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അമരേന്ദ്ര, ഈ മയക്കത്തിൽ നിന്നും നീ ഇനി ഉണരുമ്പോൾ തീർത്തും പുതിയൊരു യോദ്ധാവായിട്ടായിരിക്കും ഉണരുക. ജീവിതം നിനക്കിനി ഒരിക്കലും പഴയതുപോലെയാകില്ല കുമാര. ജയിക്കാൻ തയ്യാറായിക്കൊണ്ട് നാളത്തെ പ്രഭാതത്തെ പുൽകുക. മയങ്ങിക്കിടന്ന അമരേന്ദ്രനോട് വരുണമിത്രൻ ആശംസിച്ചു. നാളത്തെ പ്രഭാതം, അത് അമരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിരുന്നു. ആ നിദ്രയിൽ നിന്നും അദ്ദേഹം ഉണരുമ്പോൾ പുതിയൊരു ലോകമായിരിക്കുമോ, അതോ പഴയതിനേക്കാൾ പേടിപ്പിക്കുന്ന ഭാവിയായിരിക്കുമോ അമരേന്ദ്രനെ കാത്തിരിക്കുന്നതെന്ന് വരുണമിത്രനുൾപ്പെടെ ആർക്കും അറിയില്ലായിരുന്നു.